ശക്തനായ ഒരു ഭരണാധികാരി. കഴിഞ്ഞ പ്രാവശ്യം 50,000 ആളല്ലേ, ഇപ്രാവശ്യം കൂടൂലേ? ഭൂരിപക്ഷം കൂടുമോ ഇപ്രാവശ്യം? എത്ര ഉണ്ടാവും? 1 ലക്ഷത്തിലേക്ക് അടുക്കോ? 1 ലക്ഷത്തിന് മേലെ കേരളത്തിലെ നല്ല മുഖ്യമന്ത്രി, ഇനി വികസന നായകൻ അല്ലേ? കൂടും ഇപ്രാവശ്യം. സൂപ്പറാണ്. UDF വരും. UDF വന്നാൽ പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പെൻഷൻ മാത്രമല്ല, ഇവിടെ നാട്ടിലുള്ള പണിയെടുക്കുന്നതും കൂടി ഇതാവും. ഹൈവേ അത് ഒരു ഇലക്ഷന്റെ സർവാണ്. ഇവിടുത്തെ ധർമ്മടം സ്ഥാനാർത്ഥി പിണറായി വിജയനാണല്ലോ. പിണറായി വിജയനെ പറ്റി എന്ത് അഭിപ്രായമുണ്ട്? ജയിക്കാൻ സാധ്യതയുണ്ടോ? ഭൂരിപക്ഷം കൂട്ടോ ഇപ്രാവശ്യം? 1 ലക്ഷം ആവോ? കഴിഞ്ഞ പ്രാവശ്യം 50,000 ചില്ലായിരം വോട്ടിനാ കൂടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടോ? മൂന്നാം തവണ വരൂലേ? അതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ആവാൻ സാധ്യതയുണ്ട് അല്ലേ? കേട്ടോ, ഞാൻ ഒരു ഇലക്ഷൻ സർവേയിലാണ്. നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർഡായ ധർമ്മടത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അല്ലേ? അപ്പോ എന്താണ് നമ്മളെ സ്ഥാനാർത്ഥി 1 ലക്ഷം വോട്ടിന് ജയിക്കുവോ? ജയിക്കണം. കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ടിനാണ്. ഇപ്രാവശ്യം എന്താ? ജയിക്കും. അല്ല, ഭൂരിപക്ഷം കൂടൂലേ? കൂടണ്ടേ? നിങ്ങൾ പ്രവർത്തിക്കില്ലേ? കൂടൂലേ? ഓക്കെ. ഇതേതാ വാർഡ്? ഏതാണ്? ധർമ്മടം. കേട്ടോ, ധർമ്മടത്തെ വിശേഷങ്ങൾ എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടം എന്താണ്? പുള്ളി ജയിക്കോ തോക്കോ അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂട്ടോ? ജയിക്കും. ഭൂരിപക്ഷം കൂടോ? കഴിഞ്ഞ ദിവസം 50,000 വോട്ടിനാ. പറയാൻ പറ്റില്ല. ജയിക്കോ ഉറപ്പാ? എന്താണ് അഭിപ്രായം? നമ്മളെ മുഖ്യമന്ത്രിന്റെ മണ്ഡലമായ ധർമ്മടത്തെ വിശേഷങ്ങൾ എന്താണുള്ളത്? സൂപ്പറാണ്. ഭൂരിപക്ഷം കൂടോ? കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ടില്ല. ഇപ്രാവശ്യം 1 ലക്ഷമാവോ? 1 ലക്ഷമാവൂ അല്ലേ? ചേട്ടാ, പിണറായിന്റെ മണ്ഡലമായ ധർമ്മടം എന്താണ് സ്ഥിതി? ഷോപ്പുണ്ടാവോ? അത് ഉറപ്പാണ്. ഭൂരിപക്ഷം കൂടോ? എത്ര പേരോ? 1 ലക്ഷം. അപ്പൊ 75,000 അടുക്കും. ഓക്കെ. ധർമ്മടം ചുവപ്പണിയോ? ചുവപ്പണിയോ? ഭൂരിപക്ഷം കൂടോ? കഴിഞ്ഞ പ്രാവശ്യം 50,000 ഭൂരിപക്ഷം. എത്ര ഉണ്ടാവും? 1 ലക്ഷത്തിനൊക്കെ അടുക്കോ? സാധ്യതയില്ലേ കൂടാന്? ജയിക്കും. എന്താണ് ധർമ്മടം ചുവപ്പാവോ? ഒന്നില്ല. അപ്പൊ ഭൂരിപക്ഷം കൂടുവോ? സാധ്യതയില്ല. ജയം ഉറപ്പ്. എന്താണ് ധർമ്മടത്തെ പറ്റി എന്താ പറയാനുള്ളത്? പിണറായി വിജയനെ പറ്റിയിട്ട് ജയിക്കുവോ? ചാൻസ് ഉണ്ട്. ഭൂരിപക്ഷം കൂടോ? പറയാൻ പറ്റില്ല. ധർമ്മടത്തെ വിശേഷം എന്താ ഉള്ളത്? ധർമ്മടത്തെ വിശേഷം എന്താ ഉള്ളത്? എന്ത് വിശേഷം? മുഖ്യമന്ത്രിന്റെ സീറ്റല്ലത്, അതന്നല്ലേ വിശേഷം. എന്താണ് ഭൂരിപക്ഷം കൂടും ഇപ്രാവശ്യം? ഭൂരിപക്ഷം കൂടും പറയാൻ പറ്റില്ല കേട്ടോ. വല്ലാത്ത സാഹചര്യമാണ്. പറയാൻ പറ്റില്ല. ജയിക്കും ഉറപ്പല്ലേ? വിചാരിക്കുന്നു. എന്താണ് പിണറായി വിജയനെ പറ്റി എന്താ പറയുള്ളത്? ഭൂരിപക്ഷത്തിൽ ജയിക്കുവോ? ജയിക്കും. ഒരു കഴിഞ്ഞ പ്രാവശ്യം 50,000 ഇപ്രാവശ്യം കൂടും അല്ലേ? നല്ല അഭിപ്രായമാണ്. ജയിക്കും. നമ്മുടെ മുഖ്യമന്ത്രിന്റെ ഒരു മണ്ഡലമായ ധർമ്മടം എന്താണ് മുഖ്യമന്ത്രിനെ പറ്റി എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രി ജയിക്കോ? ഇവിടെ ജയിക്കോ? ജയിക്കായിരിക്കും. ഉറപ്പില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആയിരിക്കും? ജയിക്കും. ഭൂരിപക്ഷം കൂട്ടോ? പെൻഷനൊക്കെ വരുന്നില്ലേ? എനിക്ക് കിട്ടണ്ടേ? പെൻഷനും കൊണ്ട് കിട്ടിയ വിട്ടത്? അതാണല്ലോ. ചേട്ടാ, എന്താ അഭിപ്രായം ഇലക്ഷന്റെ ധർമ്മടത്തെ പിണറായി വിജയനെ പറ്റി എന്താ പറയാനുള്ളത്? അദ്ദേഹം ജയിക്കുന്ന ഉറപ്പല്ലേ? ഒരു ഭൂരിപക്ഷം കൂടുള്ളൂ തീരുമാനിക്കില്ല. നമ്മളെ പിണറായി വിജയനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല ജയിക്കില്ലേ? ജയിക്കൂല എന്നല്ല, ജയിപ്പിക്കണം. ഭൂരിപക്ഷം കൂട്ടോ? അത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ നിങ്ങളിപ്പോ ധർമ്മടത്തില് പിണറായി വിജയൻ ജയിക്കുന്നെന്ന് പറഞ്ഞു, അത് നല്ല കാര്യം. ഇപ്രാവശ്യം ഇനിയിപ്പോ UDF തുടർ ഭരണം. ഇനിയിപ്പോ പിണറായി വിജയൻ വന്നില്ലെങ്കിൽ
നമ്മളെ കോൺഗ്രസ് UDF വരും. UDF വന്നാൽ പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പെൻഷൻ മാത്രമല്ല ഇവിടെ നാട്ടിലുള്ള പണിയെടുക്കുന്നതും കൂടി ഇതാവും. ഇത് ഹൈവേ അത് ഇതെല്ലാം ഒക്കെ നിന്ന് പോകും. ഒന്നും പുനർജന്മം ഉണ്ടാവില്ല. അടുത്ത വർഷം അത് പൂർത്തീകരണം വേണമെങ്കിൽ അടുത്ത വർഷം ഇടതുപക്ഷം തന്നെ വേണം. ഓക്കെ, ലാൽ സലാം. ലാൽ സലാം എന്നല്ല, ലാൽ സലാം സഖാക്കളെ. അതന്നെ മുയിപ്പലങ്ങാട് ധർമ്മടം വാർഡിൽപ്പെട്ടല്ലേ? പിണറായി തിരിച്ചു വരണം എന്നാണ് നമ്മളെ ആഗ്രഹം. അതന്നെ പിണറായിന്റെ മണ്ഡലല്ലേ അത്? ധർമ്മടം മണ്ഡലത്തിലാണ്. ഇല്ല, ധർമ്മടം ആണെങ്കിലും ധർമ്മടം മുയിപ്പലങ്ങാട് പെട്ടാണല്ലോ. എനിക്ക് പെട്ടു, മുയിപ്പലങ്ങാടൊക്കെ പെട്ടു. ഈ മുയിപ്പലങ്ങാട് വരാണ് ഇവിടെ പെടുന്നത്. അപ്പൊ തിരിച്ചു വരും അല്ലേ? തിരിച്ചു വരണം. ഭൂരിപക്ഷം കൂടോ? ഭൂരിപക്ഷത്തോടു കൂടി വരണം. അഭിപ്രായം ഇല്ല. ഓക്കെ, ഇവിടെ ധർമ്മടം മണ്ഡലല്ലേ അല്ലേ? കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. അത് ഇവിടെ ജയിക്കാൻ സാധ്യത പിണറായിക്ക് തന്നെ ആയിരിക്കും അല്ലേ? ഭൂരിപക്ഷം കൂടോ ഇപ്രാവശ്യം? എത്ര ഉണ്ടാവും? 1 ലക്ഷത്തിലേക്ക് അടുക്കോ? 1 ലക്ഷത്തിന് മേലെ പോവും. കഴിഞ്ഞ പ്രാവശ്യം 50,000. LDF വീണ്ടും വരും അധികാരത്തിൽ. നമ്മളെ പിണറായിന്റെ സ്വന്തം മണ്ഡലം ഭൂരിപക്ഷം കൂടോ? കൂടും. കഴിഞ്ഞ പ്രാവശ്യം 50,000. ഇപ്രാവശ്യം 60. നമ്മളെ പിണറായി വിജയനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ശക്തനായ ഒരു ഭരണാധികാരി. ജയിച്ചില്ലേ അല്ലേ? ജയിക്കുമെന്ന് ജനങ്ങളുടെ മനോഭാവം പോലെ. ഭൂരിപക്ഷം കൂടുവോ ഇവിടുത്തെ? ഭൂരിപക്ഷം കിട്ടുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം 50,000. ഇപ്രാവശ്യം പറയാൻ പറ്റില്ല. ശക്തനായ പോരാളിയാണ്. തീർച്ചയായും ഈ ഭരണാധികാരി എന്തായിരിക്കണമെന്ന് തെളിയിക്കുന്നതാണ്. ഒരുപാട് ബഹുമാനം ആദരവുണ്ട്. കോൺഗ്രസ് വന്നിട്ട് വേറെ പാർട്ടി വരാൻ ചാൻസ് കുറവാണ്. കാരണം വന്നിട്ടും കാര്യമില്ല. കാരണം വഞ്ചിതേ കുട്ടില്ലേ 1000 നടത്തി PD സതീശന്. പരസ്യം കൂട്ടല്ലേ? നമുക്കിപ്പോ കോൺഗ്രസിൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിന് അടിയാണ്. തമ്മിൽ അടിയാണ്. അതാണ് നമുക്ക് കോൺഗ്രസ് ചാൻസ് കുറവാണ്. ഇപ്പൊ ഒരു അടി മാറ്റാണെങ്കിൽ ചിലപ്പോ ജയിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോ എന്തായാലും പിണറായി തുടരുന്നു. പിണറായി തുടരട്ടെ. അതിനെ മാത്രം തുടർന്നാൽ എന്ത് ഗുണമുണ്ടോ? ഗുണങ്ങളെന്നാലും ഉണ്ട്. ഇല്ലാണ്ടൊന്നുമില്ല. പെൻഷൻ 3000 പറഞ്ഞത്. നല്ല റോഡുകള്, റോഡ് നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടക്കും നല്ല റോഡാണ്. കാരണം റോഡുകൾ ഇനിയും ആ റോഡുകൾ ഒന്നും കൂടി റഫറൈസ് സൈഡൊക്കെ ആക്കിയിട്ട് ഉഷാറായി. പിണറായി എന്ന സ്ഥലല്ലേ? പിണറായി വിജയന്റെ സ്വന്തം തട്ടകം അല്ലേ? എന്താണ് മുഖ്യമന്ത്രിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം തന്നെ. ഭൂരിപക്ഷം കൂടോ? ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണോ? 1 ലക്ഷത്തിലേക്ക് അടുക്കോ? അത് നമ്മൾ ഏതാണ്ട് പ്രവർത്തനമായിരിക്കുന്നു. പിണറായി വിജയനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ജയിക്കൂലേ? ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 50,000 ആണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം 50,000 ആണല്ലേ? ഇപ്രാവശ്യം കൂടൂലേ? പിണറായി വിജയന്റെ നാട്ടിൽ വന്നിട്ട് എന്താണ് പിണറായി സാറിന്റെ പറയാനുള്ളത്? എന്താ അഭിപ്രായം ഉള്ളത്? നല്ല അഭിപ്രായം. ഭൂരിപക്ഷം കൂടോ? കേരളത്തിലെ നല്ല മുഖ്യമന്ത്രി, ഇനി വികസന നായകന് അല്ലേ? ഭൂരിപക്ഷം കൂട്ടോ? ഇനിയും കൂടും. 1 ലക്ഷത്തിലേക്ക് എത്തോ? കഴിഞ്ഞ പ്രാവശ്യം 50,000. ഒരു 75,000 പിടിക്കും. ഓക്കെ, എന്താണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. എന്താണ് പിണറായി വിജയനെ പറ്റി പറയാനുള്ളത്? നല്ല ജയിക്കൂലേ? ഭൂരിപക്ഷം കൂടോ? പറയാൻ പറ്റില്ല അല്ലേ? ജയ ഉറപ്പാണ് അല്ലേ?